നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് ചിട്ടയോടെ പറഞ്ഞു വിടേണ്ടതാണ്. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മറ്റേതെങ്കിലും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികളുടെ മദ്രസക്ക് പോലും വേണ്ട രൂപത്തിൽ കണിശത കൊടുക്കാത്ത രക്ഷിതാക്കളുള്ള, ആധുനിക രക്ഷിതാക്കളുള്ള ലോകമാണിത്. നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി മദ്രസ ലീവാവുകയാണ്. ഒരു കല്യാണത്തിന്റെ പേരിൽ, ഒരു സൽക്കാരത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ടൂർ പോയതിന്റെ പേരിൽ, ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, നിങ്ങളെ മക്കളെ മദ്രസ ലീവായി പോകാറുണ്ടോ? ഇൽമിനോട് നിങ്ങൾക്കുള്ള മഹബത്ത് എവിടെ? സഅദി ഉസ്താദിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഉസ്താദിന്റെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചങ്ങ് പോയാൽ പോരാ. എന്തേ സഅദി ഉസ്താദിന് ഇത്ര വലിയ മഹത്വം ലഭിച്ചത്? മഹാനവറികൾ ഇൽമിന്റെ ഖാദിമായതുകൊണ്ടാണ്, ഇൽമിന് വേണ്ടി സേവനം ചെയ്തതുകൊണ്ടാണ്. 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയിലേക്ക് നിന്റെ മക്കൾ വരുന്നത് 7:30 ആ കുട്ടിക്കാണെങ്കിൽ 8 മണിയാകുമ്പോഴേക്ക് അടുത്ത ബസ് വന്ന് മദ്രസയുടെ മുന്നിൽ കാത്തിരിക്കുകയാണ്. എവിടെയാണോ നിന്റെ ഖുർആൻ? നിനക്ക് നിന്റെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം എവിടെ? എന്നിട്ട് നമ്മളിങ്ങനെ മക്കൾ സ്വാലിഹാകണം, മക്കൾ സ്വാലിഹാകണം എന്ന് കണ്ടോടത്തൊക്കെ പോയി ഇതായിരിക്കും. അതിനുള്ള വഴി എവിടെ? അതിനുള്ള മാർഗങ്ങൾ എവിടെ? ഇന്ന് രാവിലെ ഇവിടെ നടന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുട്ടികളൊന്നാകാൻ വേണ്ടി എല്ലാ വയലിന്റെ മജ്‌ലിസിലും 10 കോഴിമുട്ട സൈനബാത്താന്റെ വക, കുട്ടികൾ സാലിയാവണം. ഈ കുട്ടി എപ്പോഴാ സഹോദരി മദ്രസയിലേക്ക് 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയിലേക്ക് 7:30 വരുന്നതെങ്കിൽ കോഴിമുട്ട കൊണ്ട് മാത്രം കുട്ടികളൊന്നാവൂല. അതിന് ചെയ്യേണ്ട പണി നമ്മൾ എടുക്കണം. സഅദി ഉസ്താദിന് ഇത്രയേറെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് അദ്ദേഹം ഇൽമിന്റെ ഖാദിമായതുകൊണ്ടാണ്. ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല. ഞങ്ങളും ഞങ്ങളെ മുതഅല്ലിമീങ്ങളും ഒക്കെ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ മതപരമായ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസമാണ് ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപജയം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ഇൽമിന്റെ വഴിയിൽ വിട്ടാൽ, ഹബീബായ തങ്ങളുടെ ഹദീസ് പഠനത്തിന് വേണ്ടി നമ്മുടെ മക്കളെ ഇൽമിന്റെ വഴിയിൽ പറഞ്ഞയച്ചാൽ, ഓ ഉമ്മമാരെ, രാവിലെ ഇവിടെ മദ്രസ നടക്കുമ്പോൾ നിന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഈ മദ്രസയിൽ വന്ന് ഖുർആൻ പഠിക്കുമ്പോൾ, ഈ നാട്ടിൽ നിന്നെപ്പോലെ ഭാഗ്യം ചെയ്ത പെണ്ണെവിടെ? നിന്നേക്കാൾ ഭാഗ്യമുള്ളവർ വേറെ ആരാണുള്ളത്? ആരുമില്ല. കാരണം നിന്റെ മകൻ ഇൽമിന്റെ ഖാദിമായി സമയം ചെലവഴിക്കുകയാണ്. ഇമാമുന ശാഫിഈ റഹിമഹുള്ളയുടെ മാതാവിൻ്റെ ഭാഗ്യം എത്രയാണ്! ഷാഫി ഇമാമിനെ ഇൽമിന്റെ വഴിയിൽ പറഞ്ഞയച്ചതുകൊണ്ടല്ലേ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ സ്വാഹിബല്ലേ. അവരെ മാതാവിൻ്റെ ഭാഗ്യം എത്രയാണ്! വരട്ടെ, നല്ലത് ചെയ്താൽ ആഖിറത്തിൽ നന്മയുണ്ട്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നല്ലത് ചെയ്താൽ ആഖിറത്തിൽ നന്മയുണ്ട്. ഓ പ്രിയമുള്ള യുവാവേ, നിന്റെ ആരോഗ്യം ദീനിന്റെ ഖിദ്മത്തിനാണ് ചെലവഴിക്കേണ്ടത്. യൗവന കാലഘട്ടത്തിൽ സഅദി ഉസ്താദ് നമ്മെ വിട്ട് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മയില്ലേ ഖബറിൽ കൂട്ടായിട്ട്? നാളെ ആഖിറത്തിൽ അദ്ദേഹം ചെയ്ത നന്മയില്ലേ അദ്ദേഹത്തിന് വിജയം നൽകാനായിട്ട്? ഓ പ്രിയപ്പെട്ട യുവാവേ, നിന്റെ ജീവിതത്തിൽ ഇഖ്ലാസോടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത കണക്ക് പറയാനുണ്ടോ? നമ്മൾ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയി. രാഷ്ട്രീയം വേണ്ടെന്നല്ല, ഒരുപക്ഷേ ഇസ്ലാമിക ചിട്ടക്കൂടിൽ ഒതുങ്ങിയിട്ട് ആ രൂപത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. പക്ഷേ
ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിൽ ഇസ്ലാഹുൽ സുന്നയുടെ ആശയാദർശങ്ങൾ തന്നെ അതെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇസ്ലാമികമല്ല. എന്നാൽ ഭരണകർത്താക്കളെ അംഗീകരിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്, പൂർവകാലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിഭവങ്ങൾ മാത്രം വിളമ്പിയിരുന്ന അടുക്കളകളിൽ നിന്ന് ബിദ്അത്തിന്റെ ആശയങ്ങൾ പറയുന്ന പെൺകൊടിമാര് പുറത്തു വരുന്ന ലോകമാണിത്. ഇന്നാലില്ലാഹ്. കണ്ടില്ലേ നിങ്ങൾ? ഓ സഹോദരിമാരെ, നിങ്ങൾ ശാലീനതയിൽ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് ജുമുഅ ജമാഅത്തിന് പോലും പള്ളികളിലേക്ക് പോകൽ അനുവദനീയമല്ല. നിസ്കാരത്തിന് വേണ്ടി ഒരു പള്ളിയിലേക്കും പോകൽ അനുവദനീയമല്ല. ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, ആദർശം? ഇതല്ലേ ഉപ്പാപ്പമാരി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, ആ വിഭവങ്ങൾ മാത്രം വിളമ്പിയ അടുക്കളകളിൽ നിന്നാണ് ഇന്ന് പെണ്ണ് പള്ളിയിൽ പോയാലും തെറ്റൊന്നുമില്ല, അത് ചില ചിന്തിച്ചതിൽ പിഴവ് വന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പെൺകൊടിമാര് രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടമാണിത്. അല്ലാഹ്, ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലമത്രയും ഈമാനോടെ തഖ്വയോടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നല്ലത് ചെയ്താൽ ഖബറിൽ കൂട്ടിനാ നന്മയുണ്ടാകും. എന്നാലോ തിന്മ ചെയ്താൽ ആ തിന്മയാണ് ഖബറിൽ അദാബായി വരുന്നത്. ഇസ്മാഈലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, മുൻകാലത്തുള്ള ഒരു തെറ്റ് മാത്രം ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടുപോയി. അങ്ങനെ നാട്ടുകാരി അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്തു. ഫലമ്മാ ഹഫറു ഖബറഹു, അദ്ദേഹത്തിന് വേണ്ടി ഒരു ഖബർ കുഴിച്ചു. ആ ഖബർ വജദു ഫീഹി ഹയ്യതൻ അളീമാ, ആ ഖബറിന്റെ പള്ളഖബർ പണി പൂർത്തിയായപ്പോൾ ആ ഖബറിൽ അതാ വലിയൊരു പാമ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ജനാസ പാമ്പുള്ള ഖബറിലേക്ക് വെക്കാൻ അവർക്ക് പ്രയാസമായി. അപ്പോൾ ഫഹഫറൂ ലഹു ഖബറൻ ആഖറ, നാട്ടുകാർ വേറെ ഒരു ഖബർ കുഴിച്ചു. ആ ഖബറിന്റെയും പണി പൂർത്തിയായി. ഇദ്ദേഹത്തിന്റെ ജനാസ ഖബറിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെയും ആ പാമ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും ഖബർ കുഴിക്കുകയാണ്. ഇലാ അൻ ഹഫറൂ നഹ്വൻ മിൻ 30 ഖബറാ, അയാളുടെ ജനാസ മറവു ചെയ്യാൻ വേണ്ടി 30ഓളം ഖബറുകൾ കുഴിച്ചു. ആ 30 ഖബറുകളിലും വലിയ വിഷം ചീറ്റുന്ന പാമ്പാണ് ഈ ജനാസയെ കാത്തിരിക്കുന്നത്. അവസാനം അതിലൊരു ഖബറിലേക്ക് വെക്കലല്ലാതെ വേറെ നിർവാഹമില്ല. അതാ ആ ഖബറിലേക്ക് തന്നെ ആ ജനാസ താഴ്ത്തി വെക്കുകയാണ്. ഈ സംഭവം വിശദീകരിച്ചിട്ട് ഇസ്മാഈലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. ഏതാണ് ആ പാമ്പെന്നല്ലേ? വഹദിഹിൽ ഹയ്യതു ഹിയ അമലുഹു, അതയാൾ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങളാണ്, അദ്ദേഹം ചെയ്ത തോന്നിവാസങ്ങളാണ്, അനാവശ്യങ്ങളാണ്, വേണ്ടാവൃത്തികളാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഖബറിൽ അയാളെ പാമ്പായിട്ട് രൂപപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു അയച്ചിരിക്കുകയാണ്. നല്ലത് ചെയ്താൽ ഖബറിൽ രക്ഷപ്പെടാം. വന്യരായ ഗുരുവര്യരെ ഇവിടെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ബർസഖ് ജീവിതത്തിലേക്ക് എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ദൃഷ്ടിയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്, എന്തെല്ലാം നന്മകളാണ് ചെയ്തിട്ടുള്ളത്. ഇൽമ പഠിപ്പിച്ചതില്ലേ, രോഗസന്ദർശനം നടത്തിയതില്ലേ, പാവങ്ങളെ സഹായിച്ചതില്ലേ, വിശ്വാസികളോട് കുശലാന്വേഷണം നടത്തിയതില്ലേ, വിനയാന്വിതനായി ജീവിച്ചതില്ലേ.
അതെല്ലാം ജീവിതകാലത്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്. അല്ലാ, അദ്ദേഹത്തിന്റെ ദറജ നീ ഉയർത്തണേ അല്ലാ. നല്ലതു ചെയ്താൽ ഖബറിൽ നന്മയുണ്ടാകും. തിന്മയാണെങ്കിൽ ആ തിന്മ അദാബായിട്ട് ഭവിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. 7 വർഷമായിട്ടും ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി എന്നത്, എൻ്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മൾക്കിത് വലിയ പാഠമാണ്. ഉസ്താദിന്റെ തുച്ഛമായ കാലയളവിൽ അദ്ദേഹം ചെയ്ത ആ സൽക്കർമ്മത്തിന്റെ കാരണത്താൽ സുബ്ഹാനല്ലാഹ് എത്രയെത്ര നന്മകളാണ്, എത്രയെത്ര യാസീനുകളാണ് അവരുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് മഹാനവറുകളെ ഇവിടെ നിന്ന് ചെറുപ്പക്കാര് പോയി സിയാറത്ത് ചെയ്തു. അങ്ങനെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ, നമ്മൾ ഉസ്താദ് അവറുകളെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ യുവത്വവും ദീനിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയണം.